കാറ് വാങ്ങിച്ചതിന് ശേഷം ഞാൻ ഇച്ചാനും ഭയങ്കരമായിട്ട് മിസ് ചെയ്യുന്നൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ രാത്രി ബൈക്കിൽ ഇങ്ങനെ പോകാമെന്നുള്ളതാണ് കേട്ടോ. ഒരു ചെറിയ മഴയും കൂടെ ഉണ്ടെങ്കിൽ പിന്നെ പറയും വേണ്ട. ഇപ്പം ഇന്ന് അതിന് പറ്റിയൊരു ക്ലൈമറ്റും കാര്യങ്ങളൊക്കെയാണ്. പക്ഷേ അപ്പനമ്മയും അങ്ങനെ ഒറ്റയ്ക്ക് സൂഹിക്കണ്ടെന്ന് പറഞ്ഞ് നമ്മുടെ കുഞ്ഞിപ്പെണ്ണ് കൂടെ ഉണ്ട് കേട്ടോ. അങ്ങനെ കിലോമീറ്റർ തന്നെ നമ്മളെങ്ങോട്ടേക്ക് പോകണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വേറെ എവിടേക്കുമല്ല, നമ്മുടെ സ്വന്തം പോത്തീസിലേക്കാണ്. പോത്തീസിൽ കഴിഞ്ഞ 3 ദിവസമായിട്ട് നല്ല ഓഫർ ഉണ്ടെന്നൊക്കെ കേട്ട് 12 മണി വരെ ഉണ്ടെന്നും പറഞ്ഞു കേട്ടോ. അങ്ങനെയാണെങ്കിൽ പിന്നെ ലാസ്റ്റ് മണിക്കൂറിൽ പോകാമെന്ന് വിചാരിച്ച് നമ്മളങ്ങനെ ചേട്ടപ്പട്ടേന്ന് പോത്തീസിൽ വന്നിരിക്കുകയാണ്. കുഞ്ഞിപ്പെണ്ണിനെ ട്രോളിയിലാക്കിയിട്ടുണ്ട്. താഴെ നിർത്താത്തത് വേറൊന്നും കൊണ്ടല്ല കേട്ടോ. കുറച്ച് നേരം കഴിഞ്ഞ് നമ്മൾ മുതൽ നമുക്ക് കാണില്ല, പിന്നെ നമ്മൾ കാണുന്ന നമ്മൾ ട്രോളിൽ നിറഞ്ഞിട്ടായിരിക്കും. ലിസ്റ്റില്ലാത്ത സാധനങ്ങൾ വാങ്ങാനായിട്ട് ഭയങ്കര ഇൻട്രസ്റ്റ് ആണ്. പറഞ്ഞു തീർന്നില്ല, ആളപ്പോഴത്തേക്കും ട്രോളിൽ നിന്ന് ഇറങ്ങിപ്പോയിട്ടോ. ഇനി എന്തായിരിക്കും അവസ്ഥ എന്നുള്ളത് തമ്പുരാന് മാത്രം അറിയുള്ളൂ. നമ്മുടെ പുട്ടുപൊടിയാണ് തപ്പിക്കൊണ്ടിരിക്കുന്നത്. സംഭവം കുറേ പുട്ടുപൊടി അവിടെ ഉണ്ടെങ്കിലും നമ്മൾ വാങ്ങാനുള്ള ബ്രാൻഡിൻ്റെ സംഭവം കാണാനില്ല. അങ്ങനെ കുറേ അന്വേഷിച്ച് കണ്ടുപിടിച്ചിട്ടുണ്ട് കേട്ടോ. അങ്ങനെ പൊട്ടുപൊടി കൊടുത്ത് പഞ്ചസാര എടുക്കാൻ വേണ്ടി വന്നപ്പോൾ ദാണ്ടേ ഭയങ്കര പിശുക്ക് പോത്തീസുകാർക്ക്. അടിയിൽ ഇത്തിരി ഉള്ളൂ. ഇനി ലേറ്റായിട്ട് വന്ന കാരണം എല്ലാവരുടെ അടുത്ത് പോയതാണോന്നും കൂടി നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. അതായിരിക്കാനാണ് സാധ്യത. അങ്ങനെ കഷ്ടപ്പെട്ട്, വളരെ കഷ്ടപ്പെട്ട് തന്നെയാണ് കേട്ടോ പഞ്ചസാര ഞാൻ എടുത്തത്. പിന്നെ എന്നെ സഹായിക്കാനായിട്ട് ഇച്ചാനും വന്നു. അങ്ങനെ കുറച്ചധികം സാധനങ്ങൾ നമ്മൾ വാങ്ങിച്ച് ലിസ്റ്റില്ലാത്ത സാധനം നമ്മുടെ കുഞ്ഞിപ്പെണ്ണിൻ്റെ എടുത്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ വലിയൊരു അംഗംവെട്ടിന് ശേഷം നമ്മൾ ബില്ലടയ്ക്കാൻ വന്നിരിക്കുകയാണ്. എന്താണ് ഈ അംഗംവെട്ടെന്നല്ലേ, നല്ല തിരക്കായിരുന്നു പോത്തീസിൽ. ഞാൻ വിചാരിച്ചതിനേക്കാളും ഭയങ്കര തിരക്കായിരുന്നു. അങ്ങനെ ആ തിരക്കും ഏകാദശി വിളക്കൊക്കെ കഴിഞ്ഞ് നമ്മൾ ബില്ലടച്ച് ഇനി നമ്മൾ നേരെ വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അപ്പനും മോളും പടം നയിക്കുന്ന പടനായകന്മാരെ പോലെ ഫ്രണ്ടിൽ കൂടെ നടന്നു പോകുന്നുണ്ട്. ഇനി ഇതൊക്കെ ചുമക്കേണ്ടത് എൻ്റെ മാത്രം ഉത്തരവാദിത്വമാണ്. അങ്ങനെ നമ്മൾ നേരെ പുറത്തേക്ക് വന്ന് നോക്കി. ഇപ്പോൾ ദാണ്ടേ നല്ല സൂപ്പർ മഴ, ഒരു രക്ഷയില്ലാത്ത മഴയായിരുന്നു. കുറച്ച് നേരം നമ്മൾ പോസ്റ്റ് അടിച്ച് നിന്നു. ഇനി നമുക്ക് നേരെ വീട്ടിലേക്ക് പോകണം. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ടാറ്റാ.